നിസ്കാരത്തിന്റെ ഷർത്തുകളിൽ ഏതെങ്കിലും ഒന്ന് ബോധപൂർവം ഒരു ഒഴിവ് കഴിവുമില്ലാതെ ഉപേക്ഷിച്ചാൽ അവന്റെ നിസ്കാരം ബാത്തിലാകും. ഉദാഹരണത്തിന്, ഒരാൾ ബോധപൂർവം വുദു എടുക്കാതെ നിസ്കരിച്ചു, നിസ്കാരം ശരിയായിട്ടുണ്ടോ? ഇല്ല, നിസ്കാരം ബാത്തിലാണ്. എന്തുകൊണ്ട് ഒഴിവ് കഴിവ് എന്ന് പ്രത്യേകം പറഞ്ഞത്? ഒരാൾക്ക് വുദു എടുക്കാൻ സാധിക്കുന്നില്ല, വെള്ളമില്ല, തയമ്മും ചെയ്യാൻ കഴിയുന്നില്ല, എങ്കിലെങ്ങനെ നിസ്കരിക്കാം? അങ്ങനെ തന്നെ നിസ്കരിക്കാം. നിസ്കാരത്തിൽ പ്രവേശിക്കുന്നതിന് മുൻപ് ഷർത്തുകളിൽപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യം മറന്നാൽ നിസ്കാരം മടക്കണോ വേണ്ടേ? ഷർത്തുകളിൽപ്പെട്ട ഒരു കാര്യം ഒരാൾ മറന്നുപോയാൽ, പൊതുവെ എല്ലാ ഷർത്തുകളിലും നിസ്കാരത്തിൻ്റെ ഷർത്തുകളായി പറയുന്ന കാര്യങ്ങളെല്ലാം മറന്നുപോയാൽ പിന്നീട് ഓർമ്മ വന്നാൽ അവൻ നിസ്കാരം മടക്കേണ്ടതുണ്ട്. ഒരു കാര്യത്തിലൊഴികെ, ശരീരത്തിൽ നിന്ന് നജസ് നീക്കുക എന്ന കാര്യത്തിലൊഴികെ. ഒരാൾ വുദു എടുക്കാൻ മറന്നു, നിസ്കരിച്ചു, നിസ്കാരം കഴിഞ്ഞതിന് ശേഷമാണ് അവൻ ഓർമ്മ വന്നത്, ഞാൻ ഈ പറഞ്ഞ ഷർത്ത് പാലിച്ചിട്ടില്ല, വുദു എടുക്കാൻ നിസ്കരിച്ചത്, എങ്കിൽ അവൻ നിസ്കാരം എന്ത് ചെയ്യണം? മടക്കണോ വേണ്ടേ? മടക്കണം. എന്നാൽ നജസ് നീക്കുക എന്നതിൽ മാത്രം ഈ പറഞ്ഞ നിബന്ധനയാണ്. നിസ്കാരത്തിന്റെ ഷർത്തുകളിൽപ്പെട്ടതാണ് നജസ് നീക്കുക എന്നത്. ഒരാൾ നിസ്കരിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് അയാളുടെ ശരീരത്തിൽ നജസ് ഉണ്ടായിരുന്ന കാര്യം അയാൾക്ക് ഓർമ്മ വന്നത്. വസ്ത്രത്തിൽ നജസിന്, കുട്ടി മൂത്രമൊഴിച്ചിരുന്നു വിചാരിക്കാം, കഴുകാൻ വെച്ചു, പക്ഷെ മറന്നുപോയി. പള്ളിയിലേക്ക് പോകുന്ന സമയത്ത് നിസ്കാരത്തിന് ആ ഡ്രസ്സനെ എടുത്തിട്ടു, നിസ്കരിച്ച് കഴിഞ്ഞപ്പോഴാണ് അവന് ഓർമ്മ വന്നത്, ഞാൻ ഇട്ട ഡ്രസ്സിൽ നജസ് ഉണ്ടായിരുന്നു. നിസ്കാരം മടക്കണോ? അതല്ല, നിസ്കാരം മടക്കേണ്ടതില്ല.